വേദികൾ മുഴുവനും ഈ വിശ്വത്തിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവര് എന്നിട്ടും പറഞ്ഞില്ലേ നിങ്ങൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാ ആരാധിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞവരോട് മുഴുവനും ഞങ്ങൾക്ക് പറയാനുള്ളത് കാണാ അള്ളാന്റെ കോടതിയിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന നാളില് ഞങ്ങളുണ്ടാകും നിങ്ങളും ഉണ്ടാകും അവിടെ മറുപടി പറയാതെ കടന്നു പോവില്ല. ജിന്നിനോട് പ്രാർത്ഥിക്കല്ലേ, ജിന്നിനോട് ഇസ്തിയാസ ചെയ്യല്ലേ, ജിന്നിനോടൊരു ബന്ധവും വേണ്ട. ജിന്നിനെ ആരാധിച്ചാൽ ശിർക്കാ, ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ശിർക്കാ, ജിന്നിനോട് ഇസ്തിയാസ ചെയ്താൽ ശിർക്കാ. ജിന്നുകളുടെ കേൾവി എത്രയാണോ അതിനുള്ളിൽ നിന്നുകൊണ്ട് അയാൾ കേൾക്കുന്നു, അയാൾ അറിയുന്നു, അവൻ നമ്മെ കാണുന്നു എന്നുള്ള വിശ്വസിച്ചാൽ ആ വിശ്വാസം ശിർക്കല്ല. അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിലുള്ള ഇടപാടുകൾ, ചോദ്യങ്ങൾ, വർത്തമാനങ്ങൾ അതിന് അഭൗതികമായ ചോദ്യം എന്ന് പറയില്ല, ഇബാദത്തായ ചോദ്യം എന്ന് പറയില്ല, അത് ദുആ എന്ന് പറയില്ല. അത് അഭൗതിക മാർഗത്തിലുള്ള ചോദ്യമല്ല. അതുകൊണ്ടാണ് അത് ശിർക്ക് എന്ന് പറയാൻ പറ്റില്ല. ജിന്നിനെ ആരാധിച്ചാൽ ശിർക്കാ, ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ശിർക്കാ, ജിന്നിനോട് ഇസ്തിയാസ ചെയ്താൽ ശിർക്കാ. അത് ശിർക്ക് എന്ന് പറയാൻ പറ്റില്ല. ആ സ്ഥലത്ത് വെച്ച് മൊയ്യദ്ദീൻ ശൈഖേ എന്ന് വിളിച്ചാൽ ശിർക്കാണ്. മൊയ്യദ്ദീൻ ശൈഖിനെ ഉദ്ദേശിച്ചുകൊണ്ട് വിളിച്ച, കാരണം മൊയ്യദ്ദീൻ ശൈഖ് അവിടെ ഹാളിറില്ല. മരിച്ച ആൾക്ക് അവിടെ ഹാജരാകാൻ കഴിയൂല, കേൾക്കാൻ കഴിയൂല, കാണാൻ കഴിയൂല. അതേ സമയത്ത് ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ഒരു ജിന്നോ മലക്കോ കേട്ടിട്ട് അതിന്റെ കൈവിൽപ്പെട്ട എന്തെങ്കിലും കാര്യമാണ് ചോദിക്കണമെങ്കിൽ അത് ശിർക്കല്ല. അതേ സമയത്ത് ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ഒരു ജിന്നോ മലക്കോ കേട്ടിട്ട് അതിന്റെ കൈവിൽപ്പെട്ട എന്തെങ്കിലും കാര്യമാണ് ചോദിക്കണമെങ്കിൽ അത് ശിർക്കല്ല. വേദികൾ മുഴുവനും ഈ വിശ്വത്തിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവര് എന്നിട്ടും പറഞ്ഞില്ലേ നിങ്ങൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാ ആരാധിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞവരോട് മുഴുവനും ഞങ്ങൾക്ക് പറയാനുള്ളത് കാണാ അള്ളാന്റെ കോടതിയിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന നാളില് ഞങ്ങളുണ്ടാകും നിങ്ങളും ഉണ്ടാകും അവിടെ മറുപടി പറയാതെ കടന്നു പോവില്ല. അവിടെയാണോ പറയുന്നത്? അവിടെ ഒരു ശബ്ദമുണ്ടാക്കി അവിടെ ഒരു ജിന്നിന്റെ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലായാൽ നമുക്ക് ചോദിക്കാം. അവിടെയാണ് വിഷയം. ഇല്ലെങ്കിൽ ചോദിക്കാൻ പറ്റില്ല. അവിടെയാണ് അവിടെ മനസ്സിലായോ? നല്ലോണം പഠിച്ചു വെച്ചോ. ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കാൻ വെറുതെ മുജാഹിദാണ് എന്ന് പറഞ്ഞിട്ട് പറുജാഹിദായിട്ട് നടന്നിട്ട് കാര്യമില്ല. മുജാഹിദാവുമ്പോൾ പഠിക്കണം. ഹയ്യും ഹാദിറും ഖാദിറുമാണെങ്കിൽ ഏത് സൃഷ്ടികളോട് ചോദിക്കുന്നതും അത് ശിർക്കിന്റെ വകുപ്പിൽ പെടുക. അതാണ് മനസ്സിലാക്കിക്കോ. എന്താണ്? വളരെ കൃത്യമായി അതെ, മസ്അലയിൽ അതെ അവരെന്താണ് അവർക്ക് ഹയ്യും ഹാദിറും ഖാദിറുമാണെങ്കിൽ എന്നല്ല, അത് അത് ശിർക്കാവില്ല. ഇതൊക്കെ അഖീദയുടെ കിതാബുകളിലുള്ള കാര്യമാണ്. വെറുതെ ബന്ധം ഭരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതിനൊക്കെ പഠിക്കണം. മുജാഹിദാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പടുജാഹിദാകരുത്. മുജാഹിദായിരുന്നു പേര് വെച്ചിട്ട് നടന്നിട്ട് പടുജാഹിദായിട്ട് നടന്നാലേ ഇതൊന്നും കിട്ടില്ല. ഇൽമു വേണം, അതിന് പഠിക്കണം. മനസ്സിലായോ? അത് വിചിത്രത്തിൽ മറ്റേ പന്നൂര് എഴുതിയ ലേഖനം വായിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് മുജാഹിദുകളെടുത്തിട്ട് പഠിച്ച മുജാഹിദുകളെടുത്ത് വാദിക്കാൻ വന്നിട്ട് നടക്കില്ല. ജിന്നിനെ ആരാധിച്ചാൽ ശിർക്കാ, ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ശിർക്കാ, ജിന്നിനോട് ഇസ്തിയാസ ചെയ്താൽ ശിർക്കാ. ആ മൃഗം അവിടെയുള്ള ആളുകൾക്ക്, ഏതാളുകൾക്ക്, മലക്കാവട്ടെ ജിന്നാവട്ടെ, അത്തരത്തിലുള്ള ആളുകൾക്ക് പ്രത്യേകമായ കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. ആ കഴിവിന്റെ അടിസ്ഥാനത്തിൽ അവർ അത് സഹായിക്കുന്നു. അതുകൊണ്ട് അത് ചോദിക്കൽ എന്തല്ല, ശിർക്ക് എന്ന് പറയാൻ പറ്റൂല. ജിന്നിനെ ആരാധിച്ചാൽ ശിർക്കാ, ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ശിർക്കാ, ജിന്നിനോട് ഇസ്തിയാസ ചെയ്താൽ ശിർക്കാ. അത് ശിർക്കിന്റെ ഗണത്തിൽ വരുന്ന ഒരു കാര്യമല്ല. കാരണം എന്താണ്? അവിടെ ആളുകളുണ്ട്, അവർ ഹാജറുള്ള ആളുകളാണ്. അവർ ആ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയുന്ന, അല്ലെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം ചോദിക്കേണ്ടുന്ന ഒരു കാര്യമല്ല അവിടെ ചോദിക്കുന്നത്. ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാ ആരാധിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞവരോട് മുഴുവനും ഞങ്ങൾക്ക് പറയാനുള്ളത് കാണാ അള്ളാന്റെ കോടതിയിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന നാളില് ഞങ്ങളുണ്ടാകും നിങ്ങളും ഉണ്ടാകും അവിടെ. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തളഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല.
തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാല ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളെ കഴിവിൽ പെടാത്തത് തേടുകയല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല, ആ സഹായാർത്ഥന ശിർക്കുമല്ല. ആരാധിച്ചാൽ ശിർക്കാ, അത് ശിർക്ക് എന്ന് പറയാൻ പറ്റില്ല. ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ശിർക്കാ, ജിന്നിനോട് ഇസ്തിഹാസ ചെയ്താൽ ശിർക്കാ. ഒരാള് മുമ്പിലുള്ളവരാണെങ്കിൽ വിളിച്ചാൽ എന്ത് ചെയ്യും? കേൾക്കും. അപ്പൊ ആ വിളിയിൽ എന്ത് വരൂല? ശിർക്ക് വരൂല. ജിന്നിനോട് ഇസ്തിഹാസ ചെയ്താൽ ശിർക്കാ. ഒരു ഉദാഹരണം പറയാം. നിങ്ങളൊരു ജിന്നും കൂടി മീൻ പിടിക്കുക, ചൂണ്ടലിടുക. അത് ജിന്നു സുഹൃത്ത് അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നവർക്ക് ഒരു മീൻ കൊത്തി വലിച്ചു, നിങ്ങളെ ഗൾഫിലും പോടും. ഒന്ന് പിടിക്കടാ ജിന്നേന്ന് പറഞ്ഞു. അത് ചുരുക്ക അല്ല, അത് ചുരുക്കാവൂല. ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാ ആരാധിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞവരോട് മുഴുവനും ഞങ്ങൾക്ക് പറയാനുള്ളത് ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ശിർക്കാ, ജിന്നിനോട് ഇസ്തിഹാസ ചെയ്താൽ ശിർക്കാ. ഇവിടെ എന്താ ചോദിച്ചത്? ശൈത്താനോട് ജിന്നിനോടുള്ള ചോദ്യം ശിർക്കാണെന്ന് പറയാൻ എന്താ നിങ്ങൾ ന്യായം പറഞ്ഞത്? ആ ജിന്ന് ആദ്യത് ശൈത്താനോട് ജിന്നിനോടുള്ള ചോദ്യം ശിർക്കാണെന്ന് പറയാൻ എന്താ നിങ്ങൾ ന്യായം പറഞ്ഞത്? എന്തിന് തർക്കിക്കണം മുസ്ലിമേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ഹദീസ് സ്ഥിരപ്പെട്ട് വന്നാലല്ലേ അതിന്റെ പേരിൽ ചർച്ച വേണ്ടതുള്ളൂ. യാ ഇബാദല്ലാഹ് അഈനുനി, വിജനപ്രദേശത്തെത്തുമ്പോ ജിന്നുകളെ എന്നെ സഹായിക്കണേ, അതല്ലെങ്കിൽ മലക്കുകളെ സഹായിക്കണേ, അടിമകളെ എന്ന് വിളിച്ച് തേടിയാൽ ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം എന്തിന് ഗവേഷണം നടത്തി സമയം കളയണം സഹോദരാ? ആ ഹദീസ് തന്നെ സ്വഹീഹല്ലല്ലോ, ഹദീസ് തന്നെ സ്വഹീഹല്ലല്ലോ. സ്വഹീഹല്ലാത്തവര് ഹദീസിന്റെ പേരിൽ എന്തിന് ചർച്ച ചെയ്ത് സമയം കളയണം?